കനാൻ എന്ന് പറഞ്ഞാൽ നോഹയുടെ കൊച്ചുമക്കളാണ്. സ്തോത്രം, നോഹയുടെ മക്കളാണ്. ഇനി ഫലസ്തീൻ എന്ന പേര് വരാൻ കാര്യം, ഫെലിസ്ത്യര് ധാരാളം ഉണ്ടായിരുന്നു. പടിഞ്ഞാറ് കടലും മലയും കൂടെ അവിടെ ഫെലിസ്ത്യര് കണ്ടമാനം വന്ന് കുടിയേറി. അപ്പൊ ഫെലിസ്ത്യര് കണ്ടമാനം വന്ന് കുടിയേറിയത് കൊണ്ട് പിന്നത്തെ ഈ വാക്ക് ലോപിച്ചാണ് പലസ്തീൻ, ഫെലിസ്ത്യൻ എന്നുള്ളതിൽ നിന്ന് ലോപിച്ചാണ് പലസ്തീൻ. അതാണ് പാലസ്തീൻ നാട്. ഇതെല്ലാം നോഹയുടെ കൊച്ചുമക്കളാണ്. നോഹയ്ക്ക് എത്ര മക്കളാണ്? സ്തോത്രമോ? നോഹയ്ക്ക് മക്കൾ എത്ര? സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്നാ 3 മക്കള്. സ്തോത്രമൊക്കെ പറയേണ്ടടുത്തേ പറയാവുള്ളൂ, അസ്ഥാനത്തൊന്നും കയറി. എല്ലാം പഠിക്കണ്ടേ? നീ എന്ന് പഠിക്കാൻ? സ്തോത്രം. ഇനിയിപ്പോ അതും നിന്ന്. അതാ. അപ്പൊ നോഹയ്ക്ക് 3 മക്കള്, ഷേമും ഹാമും യാബത്ത്. അതിലെ ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാമും സന്തതി പരമ്പരകളും. ഹാമിന്റെ വംശത്തിൽപ്പെട്ടതാണ് ഈ ഫെലിസ്ത്യരും കനാന്യര്. ഈ വകുപ്പല്ല. നിങ്ങൾ വായിക്കാതെ നമുക്ക് ചടികടാന്ന് വാക്യം ഒന്ന് അറിഞ്ഞിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം, 10-ാം അധ്യായത്തിന്റെ 3, 4 വാക്യം, ഇനി 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, 11-ാം അധ്യായത്തിന്റെ 10, 12, 14, 16, 18, 20, 22, 24, 26, 27 മുതൽ താഴോട്ട്. ആദ്യം 10-ന്റെ 1. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫെത്ത്. അപ്പൊ നോഹയ്ക്ക് എത്ര മക്കളാണ്? 3. ആരൊക്കെ? ഷേമും ഹാമും യാഫെത്തും. അതിലെ ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാമും സന്തതി പരമ്പരകളും. വായിച്ചേ 11-ാം അധ്യായത്തിന്റെ 10. ഷേമിന്റെ വംശ പാരമ്പര്യമാവത് ഷേമിന് 100 വയസ്സായപ്പോൾ അവൻ ജലപ്രളയത്തിന് മുമ്പാന്നോ പിമ്പാന്നോ? ആദ്യം മുമ്പെന്നാന്നല്ലോ വായിച്ചത്. മുമ്പും ഒക്കെ കൃത്യമായിട്ട് വായിച്ചോണം. 2 സംവത്സരം കഴിഞ്ഞ ശേഷം അവൻ അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. 12-ാം വാക്യം. അർപ്പക്ഷാദിന് അവൻ ശാലേഖനെ ജനിപ്പിച്ചു. 14-ാം വാക്യം. ശാലേഖന് അവൻ ഏബേരിനെ ജനിപ്പിച്ചു. 16-ാം വാക്യം. ഏബേരിന് അവൻ പെലേഗിനെ ജനിപ്പിച്ചു. 18-ാം വാക്യം. പെലേഗിന് അവൻ രയൂവിനെ ജനിപ്പിച്ചു. 20-ാം വാക്യം. രയൂവിന് അവൻ ശെറൂഗിനെ ജനിപ്പിച്ചു. 22-ാം ശെറൂഗിന് അവൻ നാഹോറിനെ ജനിപ്പിച്ചു. 24-ാം വാക്യം. നാഹോർ അവൻ തേറകിനെ ജനിപ്പിച്ചു. 26-ാം വാക്യം. തേറകിന് അപ്പൊ തേറകിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഹോർ, ഹാരാൻ എന്ന 3 പേരെ ജനിപ്പിച്ചു. 27-ാം വാക്യം. തേറകിന്റെ വംശപാരമ്പര്യമാവിത്. തേരക് അബ്രാമിനെ നാഹോറിനെ ജനിപ്പിച്ചു. ഹാരാനെ ജനിപ്പിച്ചു. ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദീയരുടെ പട്ടണമായി ഊര് വെച്ചതിന്റെ അപ്പനാകുന്ന തേരകിന് മുന്നേ മരിച്ചുപോയി. അബ്രാമിൻ നാഹോറും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറ എന്നും നാഹോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. അടുത്തത് ഇസ്കയുടെയും ഹാരാന്റെ മകൾ തന്നെ സാറ മച്ചിയായിരുന്നു, സന്തതി ഉണ്ടായിരുന്നില്ല. അടുത്തത് തേരക് തന്റെ മകനാകുന്ന അബ്രഹാമിനെയും തന്റെ മകനായ തന്റെ ഹാരാന്റെ മകനായ തന്റെ പൗത്ര ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളാകുന്ന സാറായും കൂട്ടിക്കൊണ്ട് കൽദയരുടെ ഒരു പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്ന് പാർത്തു. തേരകന്റെ ആയുഷ്കാലം 205 സംവത്സരം. തേരക് ഹാരാന് വെച്ച് മരിച്ചുപോയി. ഇതാണ് അബ്രാമ്യ പാരമ്പര്യം. പിന്നെ ഇരുന്നുറങ്ങുക. ഞാൻ ജാതം പിടിച്ച് വാക്യം പറയാ. അന്നേരം ആട്ടെ, 1 മണി വരെ പോകാം. അപ്പോൾ ഇതാണ് ഷേമിന്റെ വംശപാരമ്പര്യം, അബ്രഹാമിന്റെ കുടുംബ ചരിത്രം, പശ്ചാത്തലം. ഈ കസാര ഇരുന്നുറങ്ങുന്നത് വീട്ടിലെങ്ങാനും പോയി കട്ടിലേക്ക് കിടന്നുറങ്ങുക ഒന്നുമില്ലേ, കാലും കയ്യും നിവർത്തി കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. ഇത് വിഷമിച്ചിരുന്നാ ഉറങ്ങുന്നേ.
അപ്പൊ ശ്രദ്ധിച്ചേ, പിന്നെ ഉറങ്ങാനെന്തെങ്കിലും വന്നല്ലോ, വലിയ കാര്യം. ഇത് അബ്രഹാമിന്റെ ആ പാരമ്പര്യമാണ്. അപ്പൊ നോഹയ്ക്ക് 3 മക്കള്, ശേമ, ഹാമ, യാഫത്ത്. ഇനി അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ, 10-ന്റെ 6. ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ, 4 പേര്. അപ്പോൾ നോഹയ്ക്ക് 3 മക്കള്, ഷേം, ഹാം, യാഫത്ത്. അതിലെ ഷേമിന്റെ വംശത്തിൽപ്പെട്ടത് അബ്രഹാം. രണ്ടാമത്തവൻ ഹാം. ഹാമിന് 4 മക്കൾ, 10-ന്റെ 6. ഒന്നുകൂടെ വായില്ലേ. പൂത്ത് കനാനല്ല. ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ, 4 പേര്. അത് രണ്ടാമത്തവൻ മിസ്രയീം. മിസ്രയീമിന് 6 പിള്ളേര്. 13-ാം വാക്യം, മിസ്രയീമോ. മതി ഒപ്പിച്ചു. അപ്പൊ മിസ്രയീമോ, ലൂദീം, അനാമീം, ലഹാബീം, നത്ലൂഗീം, പത്ലൂസീം, കത്ലൂസീം, 6 പേര്. അടുത്ത വാക്യത്തിലുണ്ട്, ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. അടുത്തത് അല്ലല്ല, ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചെന്നൊരു വായിച്ചോ. അല്ല, ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു, അങ്ങനെ ഒരു വാക്യമുണ്ട്. അതല്ലേ നമുക്ക് പിടികിട്ടേണ്ടത്. പിന്നെ പലസ്തീൻ എന്ന് പേര് വരാൻ കാര്യമായി പറഞ്ഞു വരിക. പടിഞ്ഞാറേ തീരം മുഴുവൻ ഫെലിസ്ത്യരാ. ഫെലിസ്ത്യന്റെ ചരിത്രമായി പറഞ്ഞു വരുന്നേ. അപ്പൊ ഇങ്ങനെ പടിഞ്ഞാറേ തീരമെല്ലാം ഫെലിസ്തീന് കൈയടക്കി. അപ്പൊ ഫെലിസ്തീന് കൈയടക്കിയത് കൊണ്ട് പിൽക്കാലത്ത് ഈ സ്ഥലത്തിന് പലസ്തീൻ എന്ന ചില ആൾക്കാരുടെ പേരിലല്ലേ സഭ അറിയപ്പെടുന്നത്. ബേബിച്ചായന്റെ സഭ. കാരണം ബേബി അവിടുത്തെ ആദ്യത്തെ ആള്. ബേബിച്ചാന്റെ ആണോ? അങ്ങനെ ബേബിച്ചാൻ ആദ്യം തുടങ്ങിയത്. പുള്ളിയും വീട്ടുകാരും ആദ്യം സഹോദരങ്ങളുമായിട്ട് ഒന്നിച്ച് തുടങ്ങി. അപ്പൊ പിന്നെ എല്ലാവരും അറിയപ്പെട്ടത് ഞങ്ങളുടെ ഉണ്ടായിരുന്നത് ലീലാമ്മയുടെ സഭ. എന്നോട് ചോദിച്ച് എവിടാ കൂടുന്നത്? ഞാൻ പറഞ്ഞ കാവാലത്ത് ലീലാമ്മയുടെ സഭയിലാണ്. ഞാൻ പിന്നെ മറചോദ്യം ചോദിച്ചു, ലീലാമ്മ എപ്പോഴാ രക്തം ഊറ്റിയത്? സഭയ്ക്ക് വേണ്ടി രക്തം കൊടുത്തത് കർത്താവാ. സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. അങ്ങനെ യാമ രക്തം ചിലപ്പം മീൻ വെട്ടിയ പമ്പിൽ വെച്ചിട്ട് പോയെന്നല്ലാതെ. ഞങ്ങള് കുഞ്ഞോളച്ചമ്മയുടെ സഭയല്ല, കുഞ്ഞോനച്ചാന്റെ സഭ, കുഞ്ഞോളച്ചമ്മയുടെ സഭ. ആട്ടെ, ഞാനിപ്പം കണ്ണിക്കാനൊന്നും വരുന്നില്ല. സഭ കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. പിന്നെ പേരിനാൽ അറിയപ്പെടുന്നത് പെട്ടെന്ന് മനസ്സിലാകാനും അവരാണ് അതിന്റെ ആരംഭത്തിൽ കഷ്ടപ്പെട്ട് തുടങ്ങി. അതുകൊണ്ട് അങ്ങനെ അറിയപ്പെടുന്ന അല്ല, അവരുടെ അല്ല, സഭ ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ പേരിനാൽ പലസ്തീൻ എന്ന പേര് വരാൻ കാര്യം ഇതാ. അത് അധികം വിവരിക്കുന്നില്ല. എല്ലാം കൊണ്ട് സുന്ദര സുലഭലമായ നല്ല സ്ഥലമായിരുന്നു കനാൻ ദേശം. അതാണോ നമ്മൾ വായിച്ചത്? താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം. പിന്നെ വായിക്കേ, ജോഡി അതെല്ലാം മറന്നോ? ആവർത്തനം 8:7. അടുത്തത് ഈ ദേശത്തിന്റെ വിശേഷതകളാ കോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകമുള്ള ദേശം. കണ്ടോ? അപ്പൊ എത്ര കൂട്ട സാധനം ഉണ്ടെന്നാ എണ്ണിയില്ല, വായിച്ചതേ ഉള്ളായിരിക്കും. ഫലമൂലാദികൾ 7 കൂട്ടം. കോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ. 7 കൂട്ട സാധനം കനാനിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുക്ക് മെച്ചവ. അതായി കൃപ വന്നാലുള്ള ഗുണം, അതായി മാർഗത്ത് വന്നാലുള്ള രക്ഷ. ഭൂതം പിടിച്ചൊരുത്തം വന്നു, ഉടനെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് കൃപാവരമുള്ള ദൈവരാസം വന്ന് പ്രാർത്ഥിച്ചു, അന്നേരം ഭൂതം വിട്ടുപോകും.
അന്നേരം രോഗം പിടിച്ച വേറൊരു കേസ് വന്നു. അന്നേരം ഉപവാസവും പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു. യേശു പൂർണ്ണ സൗഖ്യം കൊടുക്കും. ഒന്നൊക്കെ മെച്ചവാ. സ്തോത്രം സ്തോത്രം. മുക്കുടിയൻ വന്നിരുന്നു. ദൈവദാസന്മാര് ദൈവോചന ശാന്തമായിട്ട് അങ്ങോട്ട് പറയും, ദൈവാത്മാവന്റെ ഉള്ളത്തോട് ഇടപെടും. അന്നേരം അവൻ നിർത്തും. പൂങ്ങിച്ചാകാൻ ഒരുത്തൻ കയറുമായിട്ട് താഴെ കൂടെ പോയപ്പോ ശബ്ദം കേട്ട് തമ്പേറടിക്കുന്നത്. കയർ ആ കാട്ടിലോട്ട് വെച്ചേച്ച് അവൻ കയറി വന്ന് അറിഞ്ഞേച്ച് പോയി തൂങ്ങിച്ചാകാം. അവൻ ആ വരവ് വന്ന് അവൻ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയാണ്. അതാ ഈ മാർഗത്തിന്റെ വിശേഷത. അവിടെ ചെല്ലുകയാണെങ്കിൽ എല്ലാം കൈക്കറി കാണിച്ചു കൊടുത്തുള്ളു. നാളെ കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നിൽക്കുന്നതും കാണാം. നേരെ നിന്നിട്ട് തന്നെ ഒക്കുന്നില്ല. പിന്നെ ഇവിടെ അതല്ല. സ്തോത്രം. ഇവിടെ വന്നാ നീ വിടുതൽ പ്രാപിക്കും. ഇതിനകത്ത് കേറിയാ നിനക്ക് രക്ഷയാണ്. ഒരു വിഷയം നീ പൊതുവിൽ എഴുന്നേറ്റ് പറഞ്ഞ് അന്നേരം കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ വലയത്തിനകത്ത് നിന്നെ ഇടുക. ഒരനർത്ഥവും നിനക്ക് വരികയല്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിലെടുക്കത്തില്ല. അതാ ഈ മാർഗത്തിന്റെ വിശേഷത. Praise the Lord. Praise the Lord. എടുത്തോ നീ എന്നെ നിന്നക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി. എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി. വാഴ്ത്തിടും സതതം പ്രിയാതവ നിത്യം പാടും കീർത്തന ഞാൻ. വാഴ്ത്തിടും സതതം പ്രിയാതവ നിത്യം പാടും കീർത്തന ഞാൻ. ചേർത്തതിനാൽ എന്നെ തിരുമാറിൽ, കാത്തതിനാൽ എന്നെ വഴുതാൻ. അപ്പൊ ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. അപ്പൊ ഇവിടുത്തെ 7 കൂട്ട സാധനമാ: ഗോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതള, ഒലിവ്, തേൻ. ഒന്നൊന്നൊക്കെ വെച്ചവാ. അപ്പൊ കനാനിൽ എത്ര കൂട്ട സാധനമാ? ഉറക്കെ പറ. 7. മിസ്രയീമിൽ എത്രയാ? 6. എവിടാ വീട്? എന്നാലും കൃത്യ കാര്യം പറയാന്നുണ്ടല്ലോ. പേരെന്തുവാ? വേദപുസ്തകം എത്ര പ്രാവശ്യം വായിച്ചു? ഇന്നല്ലേ? എന്നും വായിക്കുമല്ലോ. മൊത്തം വായിച്ചിട്ടുണ്ടോ? മിടുക്കി. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, കനാൻ ദേശത്ത് 7 കൂട്ടം സാധനം, മിസ്രയീമിലോ 6. വായിച്ചേ. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം മുതൽ വായിര്. എണ്ണിക്കോണം. ശ്വാസം മുട്ടലുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ സെന്റൻസ് പൂർത്തീകരിച്ച് വായിര്. അങ്ങനെ വായിക്കതാ. അതാ അല്ല, വിമ്മിഷ്ടമുള്ളവർക്ക് ചിലപ്പം കണ്ടിന്യൂ വായിക്കാനും കേട്ടാ. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വായിച്ചു. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി മുഴുവൻ ദുരാഗികളായി ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള, അമ്മ എണ്ണിക്കോണം, തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, അത്രേ ഉള്ളു. 6 കൂട്ടം സാധനം. ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ഒന്നുള്ളി, അത്ര ഉള്ളു. 6. അപ്പൊ മിസ്രയീമിൽ എത്രയാ? എഴുന്നേപ്പിച്ച് നിർത്തും ഞാൻ. മിസ്രയീമിലെ 6 കൂട്ടം സാധനം, കനാനിലോ 7. അതാണ് കനാനും മിസ്രയീമും തമ്മിൽ വ്യത്യാസമുണ്ട്. നീ മിസ്രയീമിൽ കിടന്നാ താങ്ക
ഉള്ളി തിന്നതിന്റെ ഊപ്പാട് വരികയുള്ളൂ. കഴിഞ്ഞ ആഴ്ചയിലും ഉള്ളി, അതിന്റെ തലേ ആഴ്ചയിലും. അപ്പൊ ചോദിക്കും കഴിഞ്ഞ ആഴ്ച കൊച്ചുള്ളിയായിരുന്നു, അതിന്റെ തലയാഴ്ച ചുമന്നുള്ളിയായിരുന്നു. ഈ ആഴ്ച മിക്കവാറും വെളുത്തുള്ളി ആകാനാ. അതാണ് അധികം കഴിച്ചാലൊക്കെ കുഴപ്പടിയാ. ചുരുക്കി പറഞ്ഞാൽ മിസ്രയീമിൽ കിടന്നാൽ ഉള്ളിരുന്ന് നിന്റെ ഊപ്പാട് വരുന്നതല്ലാതെ നിനക്കൊരു ഗുണവും വരികയില്ല. നീ കനാനിലോട്ട് വാ, ഇവിടെ കോതമ്പ്, യവം, മുന്തിരി, പിന്നെ അത്തി ആണ്ട് കിടക്കുന്നു, മാതളം, ഒലിവ്, പിന്നെ തേന്. ഉണ്ടോ വ്യത്യാസം? കണ്ടോ? അതാ പഴയ ആൾക്കാർ പാടിയത്. മിസ്രയീം വിട്ടതിൽ കേറിപ്പാനില്ലൊന്നും ആശ്വാസദേശം എൻ മുൻപിലുണ്ട്. മിസ്രയീം വിട്ടതിൽ കേറിപ്പാനില്ലൊന്നും ആശ്വാസദേശമൻ. അപ്പൊ ശ്രദ്ധിച്ചേ, മിസ്രയീം വിട്ടതിൽ ഖേദമൊന്നുമില്ല. ഇരിപ്പ് കണ്ടിട്ട് ഇതുപോലൊരു ചതിവ്. ഓട്ടോ ഇരിപ്പം കണ്ടിട്ട് എന്റെ പാസ്റ്ററെ എന്തിനാന്നോ വന്ന് ചൂടും പഠിച്ചിങ്ങനെ ഇരിക്കുന്നത്? സന്തോഷം വേണ്ടേ? മിസ്രയീം വിട്ടത് ഖേദമൊന്നുമില്ല. നല്ല സ്ഥലത്തേക്കാണ് നിന്നെ ദൈവം കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ വില കൂടാതെ തിന്നിട്ടുള്ള കാശ് കൊടുക്കുകയല്ല. അവിടെയും കാശ് കൊടുത്തൊന്നും അങ്ങനെയുള്ള ചില ആൾക്കാർ മനുഷ്യരുടെ ഇടയിലുണ്ട്. വീട്ടിലൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയല്ല, പക്ഷെ ഒറ്റ കല്യാണം വിടുകയല്ല. ഓട്ടോ പിടിച്ചാ പോകുന്നത്. നടക്കാൻ പറ്റാത്ത തള്ളേനെ അതിനകത്ത് വെക്കും, തലേനേയും കൂടെ ചാരിച്ചു വെക്കും. ഓട്ടോ കടന്നു നടക്കുമ്പോ ഒറ്റ കല്യാണം. ചിലരുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചേ, വീട്ടിൽ ഭയങ്കര പഥ്യമാണ്. കല്യാണത്തിന് ചെല്ലുമ്പോ 2-3 ഐസ്ക്രീം. ഇപ്പോഴൊക്കെ ഇവിടുത്തെ അറിയത്തില്ല, അവിടെ വറുത്തതും പൊരിച്ചതും ഒക്കെ ആദ്യം വെള്ളത്തിന്റെ കൂടെ വെള്ളമൊക്കെ ജ്യൂസ് തന്നെ പല കളറില് അവരിങ്ങനെ നിരത്തി. കാറ്ററിംഗുകാർക്ക് അവർക്ക് ഇത് കിട്ടണ്ടായോ? ചുവന്നത്, നീല കളറ്, പച്ച കളറ്, മഞ്ഞ കളറ്. അതിപ്പോ അവിടെ തന്നെ അടിച്ചു പൊടിച്ചു നിന്ന് കുടിക്കുക, അന്ന് വെള്ളം കുടിക്കും പോലെ. എല്ലാത്തിനും ഷുഗറും. കാരണം ചുമ്മാ കിട്ടുകയല്ലേ, അടിച്ച് പെരുക്കുക. അന്ന് വൈകിട്ട് യോഗത്തിനും വരികയല്ല. ഇതെല്ലാം കൂടെ അടിച്ച് പെരുക്കി മുറ്റി അകത്ത് കിടക്കുക. അച്ഛനെ വൈകിട്ട് പകലൊരു കല്യാണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല പെരുക്ക് പെരുക്കിയാച്ചാ വന്ന്. നാളൊരു തള്ള കല്യാണത്തിന് ഞാൻ വെച്ചാൽ അവിടെ കുറെ ആപ്പിളും അതെല്ലാം കൂടെ എടുത്ത് ബാഗിനകത്ത് വെക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനെയുള്ള കാശുകാരുടെ ഒക്കെ കല്യാണത്തിന് വള്ളം പോലൊക്കെ വെച്ചതിനകത്ത് മുന്തിരി, അതിനെന്നാ പറയുന്നത്, കാറ്ററിംഗ് നിങ്ങൾ കണ്ടിട്ടില്ലേ? കൊണ്ടങ്ങ് വെക്കുക. ഞാൻ നോക്കി നിൽക്കുക, ഒരു തള്ള കുറെ എടുത്ത് ബാഗിനകത്ത് വെച്ചു. ഒന്നും അറിയാത്തവളെ പോലെ കിട്ടുന്നതെല്ലാം പോരാ. കാശ് മുടക്കി ഒന്നും ചെയ്യത്തില്ല. അത് വില കൂടാതെ നമ്മുടെ ഇടയിൽ ചിലര്, എല്ലാവരും അല്ല, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ചെല്ലു വരികയല്ല, പക്ഷെ കോട്ടേജ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ കൃത്യം അവിടെ എത്തിയിരിക്കും. പറയണ്ട. ഉപവാസ പ്രാർത്ഥനയ്ക്ക് എല്ലാരും വരികയല്ല. ഉപവാസ പ്രാർത്ഥന എവിടാന്ന് എടുത്ത് ചോദിക്കത്തും അസമിക്കും. കോട്ടയം മീറ്റിംഗ് എവിടാ? അത് നമ്മുടെ മലയിലെ തമ്പിയുടെ വീട്ടിലാ. ഏത്? അങ്ങ് മലമണ്ട നമ്മുടെ തമ്പിയില്ലേ? ഓ, അവിടെ അല്ലേ? ബ്രദർ കാണുമോ? ഞങ്ങൾ എല്ലാരും കാണും. ചില കയറ്റവാ, അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ നേരത്തെ അങ്ങ് പോകും.
ആ പ്രാർത്ഥന ആശീർവാദം പറഞ്ഞാലും പോവുകയല്ല, ചവിട്ടി ചവിട്ടി അവിടെ എന്നാണെന്ന് ചിലർക്ക് പിടികിട്ടി കാണും. വില കൂടാതെ തിന്നിട്ടുള്ള, കാശ് മുടക്കുകയല്ല, വായിച്ച വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, അത് കാശ് കൊടുക്കാതെ മത്സ്യം കിട്ടും. അതിന് പറയുന്നത് ഇവര് ഇഷ്ടിക ഉണ്ടാക്കില്ലേ പണി, ചവിട്ടിക്കൊഴ. അങ്ങോട്ട് പോകുമ്പോ പണിയെല്ലാം കഴിഞ്ഞ് അന്ന് ഇങ്ങോട്ട് വേലിയിറക്കാം. വേലിയേറ്റത്തിൽ മീൻ കയറി വരുമെന്ന നൈൽ നദിയില് വേലിയിറക്ക പെട്ടെന്നാകുമ്പം ഈ കയറി വന്ന മീൻ ചിലപ്പം ചെളിക്കകത്ത് പവഞ്ഞ് അതിന് പെറുക്കിയെടുക്കും, കാശ് കൊടുക്കേണ്ടത്. വില കൂടാതെ തിന്നിട്ടുള്ള അടിച്ച് പെരുക്കുകാരുന്നു അവനല്ല. വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി, ഇതെല്ലാം ഞങ്ങള് ഓർക്കുന്നു. ഒരൊറ്റ വാക്യം ഓർക്കത്തില്ല. ചോദിച്ചാലേ എനിക്ക് അതൊന്നും ഓർമ്മയില്ല, എനിക്ക് പഴയതുപോലെ അല്ല. ആ പാട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ വരികളൊന്നും ഓർക്കുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞാഴ്ച എനിക്ക് ഓർമ്മക്കുറവാണ്, കുറെ നാളായിട്ട്. എന്നാ നമ്മൾ പിന്നെ സംസാരിച്ചു തരുമ്പോ ഈ അമ്മ തന്നെ പറയാ, പാഷേ അതുകൊണ്ട് ആ ഇരിക്കുന്നത് എൻ്റെ മരുമകളാ. ഏത് ഇടയ്ക്ക് മഞ്ഞ സാരി, അവള് വന്നിട്ട് 27 കൊല്ലം കഴിഞ്ഞു. എങ്ങനുണ്ട്? അയ്യോ, അവള് അന്ന് മുതൽ ചെയ്തതെല്ലാം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുന്നു. അപ്പൊ ഈ തള്ളയ്ക്ക് ഓർമ്മക്കേട് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറ. 27 കൊല്ലം മുമ്പ് മരുമകൾ വന്ന് അന്ന് മുതൽ ചെയ്തതല്ല ഇന്നലത്തെ പോലെ ഓർക്കുന്നു, പക്ഷെ വാക്യം മാത്രം തള്ള ഓർമ്മക്കേടില്ല. തള്ള നല്ല വിളച്ചിലിന്റെ കേദാരമാണ്. സ്തോത്രം പറയലെന്ന് എനിക്കറിയാം. വേണ്ട വേണ്ട വേണ്ട, കല്യാണത്തിന് പറയാൻ പോലെ ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ സ്തോത്രം. ഓർക്കേണ്ടതൊന്നും ഓർക്കുന്നില്ല, ആവശ്യമില്ലാത്തതെല്ലാം ഓർത്തിരിക്കുക. ഇവര് പറയും ഞങ്ങൾ ആ മത്സ്യം വെള്ളരിക്കാമത്ത, അതെല്ലാം ഞങ്ങൾ ഓർക്കുന്നുണ്ട്. മോശ എന്ന് പ്രസംഗിച്ച വാക്യം ഏതാ? മോശ വാക്യം വായിച്ചായിരുന്നു, ഓർക്കുന്നില്ല. സങ്കീർത്തനത്തിൽ നായിക്കും, ഇതെല്ലാം ഓർത്തിരിക്കുക. അപ്പൊ അതെ, നമുക്ക് വിട്ടേക്കാം. മിസ്രയീമിൽ 6 കൂട്ടം ഭക്ഷണം, കനാനിൽ 7 കൂട്ടം. 7 പൂർണ്ണതയാണ്. നല്ല സ്ഥലത്തേക്കാണ് നിന്നെ കൊണ്ടുവന്നത്. അത് ഗോതമ്പ്, യവവും, മുന്തിരി, അത്തി, മാതള, ഒലിവും, തേൻ, ഒന്നൊന്നൊക്കെ വെച്ച ഗോതമ്പ്. നല്ല ഗോതമ്പ്. നമ്മൾ കഴിക്കുന്ന ഒന്നും നല്ല ഗോതമ്പല്ല. നല്ല ഗോതമ്പെല്ലാം എക്സ്പോർട്ട് ചെയ്ത് അവർ സായിപ്പന്മാര് കഴിക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്നതെല്ലാം രണ്ടാം തരവും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഏറ്റവും അത് എത്ര നാൾ അവിടെ എല്ലാം കൊണ്ട് ഗോഡൗണിലെല്ലാം കൊണ്ടിട്ട് പിന്നെ എത്ര നാൾ കഴിഞ്ഞാൽ റേഷൻ കട വരുന്നത്. ചിലതിനകത്ത് ചെള്ളു വരെ ആണ്. പിന്നെ ചില അമ്മമാരത് കഴുകി പുഴുങ്ങി ഉണങ്ങുന്ന കാണാം, ഇച്ചിരി മയം വരട്ടെന്ന് ഓർത്ത്. എന്നാലും ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് എഴുന്നേറ്റ് നിന്ന് കടിക്കണം. ഇരുന്നോണ്ട് കടിച്ചാലൊന്നും തമാശ പറഞ്ഞതല്ല. അതില്ലേ സഹോദരി വന്ന ബാബാ ചപ്പാത്തി ഉണ്ടാക്കാൻ എത്ര എണ്ണം വേണം? 1-2 എണ്ണം വേണം, പെട്ടെന്ന് കഴിച്ചോണം. അതിന് തണുത്ത കമ്പിവടി പോലിരിക്കും. നമ്മൾ ഇച്ചിരി 5 മിനിറ്റ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ചപ്പാത്തി വയ്ക്കുമ്പോ നീ താമസിച്ച് വന്നതെന്നു ചോദിച്ചാൽ ചപ്പാത്തി വയ്ക്കുന്നത്. അതിന് പഴയ അപ്പന്മാരെന്നാ എന്നറിയോ? ചപ്പാത്തി കൊടുക്കുമ്പോൾ പറിച്ച് കീറി ഇട്ടച്ച് കുറേയേറെ ചാറ് ഒഴിച്ച് തരും, അനങ്ങാതിരിക്കും. കുതിരാൻ